റൈറ്റ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപകട സ്ഥലത്തേക്ക് എത്തുകയാണ്. നേരത്തെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യൻ ആയിരുന്നു അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അപകടം ഉണ്ടായ ഉടൻ തന്നെ ജോർജ് കുര്യൻ അപകട സ്ഥലത്ത് എത്തുകയും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അപകട സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേപ്പാടിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ, തെരച്ചിൽ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആദ്യം നിയോഗിച്ചിരുന്നത് ജോർജ് കുര്യനെയാണ്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇരുവരും സംസാരിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം രാഷ്ട്രീയ ഭേദമന്യേ പരസ്പരം കൈകൊടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ്, തെരച്ചിലാണ് തുടക്കത്തിൽ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾ, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർക്കൊപ്പം വളരെ പെട്ടെന്ന് സൈന്യത്തിൻ്റെ സേവനവും ഈ പ്രദേശത്ത് ലഭ്യമായിരുന്നു. സൈനിക സേവനം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറി. ഏറ്റവും കാര്യക്ഷമമായി ഈ അപകട മേഖലയിൽ പ്രവർത്തിക്കുന്നത് സൈന്യമാണ്, പട്ടാളമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ബെയിലി പാലം ഒക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ റെക്കോർഡ് വേഗത്തിൽ ആണ് പൂർത്തീകരിച്ചത്. അതാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗം കൂട്ടിയത് എന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ഇപ്പോഴിതാ മന്ത്രി മുഹമ്മദ് റിയാസും സുരേഷ് ഗോപിയും, രണ്ട് മന്ത്രിമാർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി മുഹമ്മദ് റിയാസും ആശയവിനിമയം നടത്തുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ പ്രാഥമികമായൊരു ചർച്ചയാണ് പൂർത്തീകരിച്ചത്. ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലേക്ക് പോയേക്കും. അവിടെ മറ്റ് സംവിധാനങ്ങളൊക്കെ പരസ്പരം ഒരുക്കിയിട്ടുണ്ടാകണം. അതിനുശേഷം ആയിരിക്കും മന്ത്രി എങ്ങോട്ടേക്ക് പോകും എന്നതൊക്കെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാവുക. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഒരു അപകട സമയം ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യത നമുക്ക് കാണുന്നില്ല. അതേസമയം സാഹചര്യം കൃത്യമായി ഇരുവരും വിലയിരുത്തുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ജോർജ് കുര്യൻ എത്തിയിരുന്നു. കേന്ദ്രത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ ആണ് അപകട സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. ദിവസങ്ങളായി ജോർജ് കുര്യൻ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നേരിട്ട് വിലയിരുത്തുകയും കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ
യെസ്, മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ശേഷം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ആഘാതമേറ്റവർക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. മാനസികാഘാതം എന്ന് പറയുന്നത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം കേന്ദ്ര സർക്കാർ അതിൻ്റെ വശങ്ങളെല്ലാം പരിശോധിക്കും. അത് വിലയിരുത്തും. കേന്ദ്ര സർക്കാരാണ് വളരെ താങ്കളുടെ സന്ദർശനത്തോടുകൂടി അത്ര ഒരു നിർദ്ദേശം കൂടുതലായിട്ട് അവിടെ പ്രധാനമന്ത്രി മൊത്തം ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ശേഷം സഹായങ്ങൾ സർക്കാർ ആവശ്യപ്പെടുന്നതാണ്. സംസ്ഥാന സർക്കാർ വിലയിരുത്തി ഇതാണ് ഇമ്പാക്റ്റ് എത്രയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. സമയമായിട്ട് സ്റ്റേറ്റ് അത് അറിയിക്കും. എനിക്ക് സുഖമില്ലാതിരുന്ന പ്രധാനമന്ത്രി ചാർജ് കൊടുത്ത് ജോർജ് കുര്യൻ സാറിനെ അയച്ചു. അദ്ദേഹം അത് ചെയ്തു. ഞാൻ അഡീഷണൽ ആയിട്ടാണ്. മന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. കൃത്യമായി കേന്ദ്ര സർക്കാർ ഇവിടെ ആളെ അസൈൻ ചെയ്തിരുന്നു. തനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഒപ്പം വയനാടിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ ധരിപ്പിക്കും. അതിനുശേഷം ആയിരിക്കും സംസ്ഥാനത്തിന് സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ കൃത്യമായൊരു സഹായം എത്ര എന്ന് സംബന്ധിച്ചൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുകൂടി ആണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ മന്ത്രി ജോർജ് കുര്യനെ തന്നെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഒക്കെ കേന്ദ്ര സർക്കാർ ജോർജ് കുര്യനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. തുടക്കം മുതൽ ജോർജ് കുര്യൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപി കൂടി ഈ അപകട സ്ഥലത്തേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നടൻ മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ കൂടി ഭാഗമായിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ പദവി സൈന്യം നൽകിയിട്ടുള്ള മോഹൻലാൽ അപകട സ്ഥലത്ത് എത്തുകയും ആ അപകടബാധിതരെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അപകടത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് വിലയിരുത്തപ്പെടുന്ന പുഞ്ചിരിമട്ടത്തടക്കം പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്തെ